ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണ്ട. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? ഏതൊക്കെയാണ്? പരമാധികാരം വേണം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ശരിയല്ലേ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 മീററ്റിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ആ സമയത്ത് ഏതൊക്കെ പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണ് രൂപപ്പെട്ട? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. ഇതിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ദേശീയ തലത്തിൽ മൊത്തത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് എന്നാണ്? 1885 INCയിലൂടെയാണ് കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ INC വന്നതോടുകൂടി എന്തായി? നമ്മുടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കൊക്കെ ഒരു സംഘടിത സ്വഭാവം കൈവന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം വളർത്തുക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു INCയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. നമ്മുടെ ഗാന്ധിജി വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് ആൾക്കാർ കൂടിയത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇനി ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കുട്ടിയുടെ 2 തോട്ട് കൊടുത്തിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പോൾ അതുവരെ എന്തായിരുന്നു? ആ കുട്ടിയുടെ സംശയത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സംശയത്തിനും കൂടിയുള്ള ഉത്തരമാണ്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിത, നമുക്കറിയാമല്ലോ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ആ നിയമസംഹിതയാണ് നമ്മൾ റിപ്പബ്ലിക് ആയും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് ആശയങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്.
1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. എന്നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26-നാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ കണ്ടെത്താനാണ് പറയുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. എഴുതി വെക്കുക കേട്ടോ, ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതിയിട്ട് നോട്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. എന്തൊക്കെയായിരുന്നു? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് എന്തായിരുന്നു? പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് എന്താണ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചിരിക്കണേ. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ എന്തിലുണ്ടായിരുന്നു? നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടായിരുന്നു. മറക്കല്ലേ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് എന്തുണ്ടായിരുന്നു? അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. പ്രവിശ്യകളിൽ എന്തായിരുന്നു? ദ്വിമണ്ഡല സഭകളും ഉണ്ടായിരുന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? നമ്മുടെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിയമസംഹിതയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ 1946 നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നെന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ളൊരു നിയമസംഹിത, ഒരു ഭരണഘടന എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് മുൻനിർത്തിയാണ് എന്തുണ്ടായത്? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഒരിത് രൂപീകൃതമായത്. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ്. ഹെഡിങ് കൊടുക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷതകൾ എഴുതി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ആദ്യകാല സമ്മേളനം എന്നാണ് നടന്നത്? 1946 ഡിസംബർ 9. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 എഴുതി വെച്ചോളുക. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ, സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ വരാറുണ്ട്, താൽക്കാലിക അധ്യക്ഷനായിട്ട് സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പക്ഷേ അല്ല, സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്? ഭരണഘടന ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ് കേട്ടോ. 1949 നവംബർ 26. നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 അല്ലേ. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്? 1950 ജനുവരി 26-നാണ് കേട്ടോ. ഇനി നിർമ്മാണ കാലയളവ് എത്രയാണ് ചോദിക്കാറുണ്ട്. നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം കേട്ടോ. SCERT-യിലുള്ളത് തന്നെ പഠിക്കുക, ചോദിക്കാറുണ്ട്. 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കരട് തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പോൾ ഇത്രയും സവിശേഷതകൾ എഴുതി വെക്കുക, പഠിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഹരിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാലേ, നമ്മൾ കടം കൊണ്ട ഇത് നമുക്ക് എക്സാമിന് വരുന്നതാണ്. നമുക്ക് അതിലേക്കൊക്കെ പോവാട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട
ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്തു? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകളൊക്കെ എന്ത് ചെയ്തു? നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിധേയമാക്കി. അത് ഭരണഘടനകൾ എന്തായി? വിശദ പഠനത്തിന് വിധേയമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിലുള്ള നല്ല വശങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിച്ചു. വെറുതെ അല്ല, നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അവരിൽ നിന്ന് നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ കടകൊണ്ടിരിക്കുന്നത്. സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. എല്ലാ ഭരണഘടന SCERT ചാപ്റ്ററിൽ ഇത് റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അല്ലേ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഇന്ത്യയുടേതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അന്നാണ് അന്നത്തെ കാര്യമാണ് പറയുന്നത്. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. അത് കാണാതെ പഠിക്കണേ. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22. എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395. എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ആ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, പിന്നെന്തൊക്കെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ തുടങ്ങിയവയൊക്കെയായിരുന്നു എന്തുണ്ടായിരുന്നത്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. എന്താണ് പാർലമെൻ്ററി ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരമാണെങ്കിലോ, രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്? അത് ജനങ്ങളിൽ നിന്നാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതെന്താണ്? ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മൗലിക കടമകൾ എന്ന് പറയുന്നത്. സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നത് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നു. എല്ലാവരും നിയമത്തിന് അധികാരികളും എല്ലാവരും നിയമത്തിന് തുല്യരാണ്, നിയമത്തിന് മുന്നിൽ തുല്യരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഇത് ഏതിൽപ്പെടുന്നു? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന സവിശേഷതയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല. ഫെഡറലിസവും ഉണ്ട്, ഏകപൗരത്വവും ഉണ്ട്. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്നതുകൊണ്ട് എല്ലാതും ഒരാളല്ല കൈകാര്യം ചെയ്തതെന്ന്. എല്ലാതും വിഭജിച്ചിട്ട് ഓരോരുത്തരെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല എന്നതാണ് ഏകപൗരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തമായിട്ടൊരു നിയമം നിർമ്മിക്കാൻ കഴിയില്ല. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമാണ് നമ്മുടെ കേന്ദ്രത്തിനാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കാണെങ്കിലും നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിയമിച്ചിട്ടുള്ളതായിട്ടാണ്. ഏതൊക്കെയാണ്? വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, അഴിമതി നിരോധന നിയമം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇവയെല്ലാം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാണ്? 2012 പോക്സോ ആക്ട്. 2012 പോക്സോ ആക്റ്റാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമം ഏതാണ്? പോക്സോ ആക്ട് 2012. വർഷം പഠിച്ചിരിക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. LDC എക്സാമിന് എന്തായാലും പോക്സോ ആക്ട് ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോയിട്ടില്ല കേട്ടോ. 2012 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. എടുത്ത് പഠിക്കുക. എത്ര വയസ്സ് മുതലുള്ള കുട്ടി, എത്ര വയസ്സ് വരെയുള്ള കുട്ടിയെയാണ് കുട്ടിയായിട്ട് ഈ പോക്സോ ആക്ടിൽ കുട്ടിയായിട്ട് പരിഗണിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് പോക്സോ ആക്ട് കണക്കാക്കുന്നത് കേട്ടോ. അറിഞ്ഞിരിക്കുക. 2012 കേട്ടോ. ഭയരഹിതവും സുരക്ഷിതവുമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് ഏത് വകുപ്പാണ്? വകുപ്പ് 19 പ്രകാരമാണ് കേട്ടോ. വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ അവ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആർക്കാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വകുപ്പ് 19 പ്രകാരം നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കണേ. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. CWPO കേട്ടോ. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്. പഠിക്കണേ. വീണ്ടും പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കണേ, മനസ്സിലാക്കണേ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. എഴുതി വെക്കണേ, പഠിക്കണേ. 44-ാം വകുപ്പ് പ്രകാരമാണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ്സ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാനാണ് പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നുണ്ട്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഭരണഘടനാ ഭേദഗതികൾ കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതറിയാലോ. ഇനി നമുക്ക് 1951 ഒന്നാമത്തെ ഭേദഗതി വന്നു. പട്ടികകളുടെ എണ്ണം 9 ആക്കി. 1951 ഒന്നാമത്തെ ഭേദഗതി കേട്ടോ, മറന്നുപോലെ. ഇനി 42-ാം ഭേദഗതി 1976 നടക്കുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതി പ്രകാരമാണ് അല്ലേ. എന്തൊക്കെയാണ് വർഷം ആലോചിച്ചിരിക്കുക കേട്ടോ. 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. എഴുതി വെച്ചോളൂ. ഈ പോയിന്റുകളൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ഇതേപോലെ തന്നെ എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. ഭേദഗതി 42 എന്നാണ്. 1976 എന്ത് ചെയ്തു? മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസം എന്നിവ കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഭേദഗതി 73-ഉം 74-ഉം. ഭേദഗതി 44 വന്നു. 1978 ഭേദഗതി 44 എന്താണ് ചെയ്തത്? സ്വത്തവകാശം മൗലികാവകാശം അല്ലാണ്ടായി. 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായി മാറിയത്. പഠിച്ചിരിക്കുക. ഇനി 73-ഉം 74-ഉം ഭേദഗതി 1992 73-ഉം 74-ഉം ഭേദഗതി പ്രകാരം എന്ത് വന്നു? പഞ്ചായത്തി രാജ് നിയമം, നഗരപാലികാ നിയമം എന്നിവ നിലവിൽ വന്നു. പഠിച്ചിരിക്കുക. ഭേദഗതി 1992 73 74 ഭേദഗതി പ്രകാരം എന്ത് വന്നു? പഞ്ചായത്തി രാജ്, നഗരപാലികാ നിയമം എന്നിവ നിലവിൽ വന്നു. അടുത്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
2002 86 ഭേദഗതി എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. എന്താണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എന്നാണ്? 2002 86 ഭേദഗതിയിലൂടെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി വന്നതാണ് ഇമ്പോർട്ടൻ്റ് 101 ഭേദഗതി 2016 ചരക്കു സേവന നികുതി എന്നുള്ളത് കേട്ടോ. 2016 101 ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്, ചരക്കു സേവന നികുതി നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെയാണ് നമുക്ക് പിന്നെ 96 ഉണ്ട് തോന്നുന്നു. നമുക്കിത് 92 LDCയിൽ മെയിൻ സിലബസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് മുന്നേ. ഇനി പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കൂടെ പൊടി തട്ടിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇതിലുള്ള ഇത്രയും ഭേദഗതികൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ ലാസ്റ്റത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയ എന്താണ്? ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നു. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിന് എന്താണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം വിവരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 368. ഓർത്തിരിക്കുക, 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം എന്തിന്? പാർലമെൻറ്റിന് എന്ന് പറയുന്നത്. 368 എന്താണ് വകുപ്പിലാണ് അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണെന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. എന്നാൽ എന്താണ്? ഭരണഘടന അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അനുമതിയില്ല, അത് പാടില്ല. ഇനി നമുക്ക് ഒരു കേശവാനന്ദ ഭാരതി കേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കേസുണ്ടെന്ന് നമുക്ക് നോക്കാം. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് ഇളനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? 1973 കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. 1973 കേശവാനന്ദ ഭാരതി കേസ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A എന്ന വകുപ്പായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിപ്പെട്ടത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായിട്ടാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതാണ് ചെറു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? 42 ഭേദഗതിനെയാണ് അല്ലേ. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഏത് ഭേദഗതിയാണ് വിളിക്കുന്നത്? 42 ഭേദഗതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരവും ജനാധിപത്യപരവുമാണ് സമീപിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ ഭരണഘടനയും വഴികാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് നല്ല നല്ല പോയിന്റുകളിൽ ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും പ്രിലിംസിന് നമുക്ക് ഇതിന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം കേട്ടോ, 100% ഉറപ്പിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പോസ് ചെയ്തിട്ട് പോയിന്റുകളൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്തിട്ട് ഈ SCERTക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഭാഗത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി പോകാം കേട്ടോ. ഓരോ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ എഴുതുക കേട്ടോ. കാരണം നമുക്കത് റിവിഷന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് നമുക്കത് യൂസ്ഫുൾ ആവില്ല എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് റിവിഷന് നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഒരുപാട് നല്ല പോയിന്റുകളുണ്ട്. ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറെ ഏതെങ്കിലും തരത്തിലെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ, മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.